ജ്യൂസ് ചലഞ്ച്, പിന്നീട് കഷായം കുടിപ്പിക്കൽ, പലപ്പോഴായി കാമുകന്റെ ശരീരത്തിലേക്ക് വിഷം പ്രവേശിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം. മറ്റൊരു വിവാഹത്തിനായി കാമുകനെ ഒഴിവാക്കാൻ ആസൂത്രണം ചെയ്ത ക്രൂര കൊലപാതകമായിരുന്നു നെയ്യാറ്റിൻകര സ്വദേശി ഗ്രീഷ്മ നടത്തിയത്. 2022 ഒക്ടോബർ 25-നാണ് നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥിയും 23-കാരനുമായ JP ഷാരോൺ രാജ് മരിക്കുന്നത്. പിന്നാലെ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തുവന്നു. കുടുംബത്തിന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പാറശാല പോലീസ് കേസെടുത്തു. 2022 ഒക്ടോബർ 29-ന് ഷാരോൺ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. 2022 ഒക്ടോബർ 30-ന് സംഭവം കൊലപാതകമെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. അടുത്ത ദിവസം തന്നെ കാരക്കോണം രാമവർമ്മൻചിറ സ്വദേശി ഗ്രീഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ തിരികെ നൽകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി ഗ്രീഷ്മയുടെ കുറ്റസമ്മതം. 2023 മാർച്ച് 6-ന് കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി ഗ്രീഷ്മ തന്നെ ചതിച്ചെന്നും താൻ മരിച്ചു പോകുമെന്നും ഷാരോൺ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നപ്പോൾ കരഞ്ഞു പറഞ്ഞതായുള്ള ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം പുറത്തുവന്നു. ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചാണ് ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി വിഷം നൽകിയതെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. 2023 ജൂൺ 2-ന് ഒന്നാം പ്രതി ഗ്രീഷ്മ നൽകിയ ജാമ്യാപേക്ഷയും 2024 ഫെബ്രുവരി 22-ന് കേസിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗ്രീഷ്മ ഉൾപ്പെടെയുള്ള പ്രതികൾ നൽകിയ ഹർജിയും കോടതി തള്ളിയിരുന്നു. കേസിൽ 131 സാക്ഷികളാണ് വിചാരണഘട്ടത്തിൽ കോടതി മുമ്പാകെ എത്തിയത്. കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിലായതിനാൽ വിചാരണ അവിടെ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതികളുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നുവെങ്കിലും വിചാരണ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.